നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റേബീസ് എന്നുള്ളത്. റേബീസിനുള്ള ചികിത്സകളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ജഷ ഫിറോസ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് റേബീസ് എന്ന ഈ അസുഖം ഒന്ന് വിശദീകരിക്കാമോ? റേബീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വൈറൽ എൻകെഫലൈറ്റിസ് ആണ്. അതായത് ഒരു വൈറസ് മൂലം നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്തിട്ട് വരുന്നൊരു ഡിസീസാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് സമയത്ത് എടുത്തില്ലെങ്കിൽ 100% മരണം ഉറപ്പാക്കാവുന്ന ഒരു ഡിസീസാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, സിവിയറിറ്റി അതാണ്. നമ്മൾ പ്രോപ്പർ ടൈമിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ഡെത്ത് ഇസ് ഫോർ ഷുവർ. ഓക്കെ, ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന ഒന്നാണ്. എന്തൊക്കെ തരം മൃഗങ്ങളിൽ നിന്നാണ് ഇത് പടരുന്നത്? നമ്മുടെ നാട്ടിലെ പൊതുവെ 90% കൂടുതൽ ഡോഗ് ബൈറ്റ് കാരണമാണ്. പട്ടി കടിച്ചിട്ടാണ് യൂഷ്വലി വരാറ്. പിന്നെ ഒരു 10 to 20% കാണുന്നത് പൂച്ച മാന്തിയിട്ടോ പൂച്ച കടിച്ചിട്ടോ വരുന്നത്. അല്ലാത്ത മൃഗങ്ങളിൽ നിന്നും വരാറുണ്ട്. ഇപ്പം നമ്മൾ ക്ലിനിക്കിലിരിക്കുമ്പം കുരങ്ങന്മാർ കടിക്കുക, അതേപോലെ ബേസ് കരടി വന്നിട്ട്, അല്ലെങ്കിൽ പെരിച്ചാഴി, ഇതിന്നൊക്കെ വരാറുണ്ട്, കേസസ് വരാറുണ്ട്. പക്ഷെ കൂടുതലും നമുക്ക് ഡോഗ് ബൈറ്റ്സും കാറ്റ് ബൈറ്റ്സും തന്നെയാണ് വരാറുള്ളത്. നമുക്കൊരു കോൾ ഉണ്ടല്ലോ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ബേബിക്കുട്ടി എന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഇത് ഞാൻ ഗോവയെന്നാണ് വിളിക്കുന്നത്. എന്റെ ഹസ്ബൻഡിനെ കഴിഞ്ഞ ദിവസം വളർത്തുന്ന പട്ടി കടിച്ചു. ഞങ്ങളുടെ അല്ല, അയൽവക്കത്തെ പട്ടിയാണ്. കടിച്ചു പറിച്ച് ഞങ്ങള് ഇവിടെ പോയി ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. 4 ഇഞ്ചക്ഷനാ പറഞ്ഞത്, 2 ഇപ്പൊ എടുത്തു. ഇപ്പൊ കാലിന് നല്ല നീരുണ്ട്. കാലിലാണോ കടിച്ചത്? കാലിലാണോ? കാലിന്റെ പാദത്തിനാണ് കടിച്ചത്. അപ്പൊ ആ മുറിവിന് ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്? അത് ഇഞ്ചക്ഷൻ അന്ന് തന്നെ എടുത്തായിരുന്നു ഒരെണ്ണം. പിന്നെ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോ ഒന്നെടുത്തു. അല്ല, ഞാൻ 4-ാം തീയതി, ഇനി അത് കഴിഞ്ഞ് 11-ാം തീയതിയാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കാലിനിപ്പോ നല്ല നീരാ. അല്ല, ഞാൻ ചോദിക്കുന്നത്, അന്ന് പോയപ്പോ നിങ്ങൾക്ക് കയ്യില് തൊലിപ്പുറത്ത് 2 സൈഡിലും എടുത്തിട്ടുണ്ടാവും. അതിനെ പുറമെ കാലില് മുറിവ് കടിച്ച ഭാഗത്ത് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? കാലിനല്ല എടുത്തത്, കൈക്കാ എടുത്തത്. കയ്യിനാണ് കടിച്ചത്? പാദത്തിനാ കടിച്ചത്. ചോര പൊടിഞ്ഞായിരുന്നോ? ചോര പൊടിഞ്ഞു, ഇറച്ചിയൊക്കെ കുറച്ച് പോയി. ഓക്കെ, എന്നിട്ടും ആ മുറിവ് വന്ന ഭാഗത്ത് അവര് വേറെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല? അത് കൃത്യമായിട്ട് അറിയത്തില്ല ഡോക്ടർ, കാരണം ഞാൻ കൂടുതൽ പോയില്ലായിരുന്നു. എന്റെ ഹസ്ബൻഡ് പോയത്. അതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സാധാരണഗതിയിൽ നമ്മൾക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ, ചോര പൊടിയത്തക്ക രീതിയിൽ ഒരു ബൈറ്റ് വരുമ്പോൾ 2 ടൈപ്പ് ഇഞ്ചക്ഷനാണ് എടുക്കാറ്. ഒന്ന് ആന്റി റേബീസ് വാക്സിൻ, അത് നമ്മുടെ തൊലിപ്പുറത്ത് 2 കൈയിലായിട്ട് എടുക്കും. ഇല്ലെങ്കിൽ മസിലിന് എടുക്കുന്നതാണെങ്കിൽ ഒരു സൈറ്റിൽ എടുക്കാറുള്ളൂ. ഇതിന്റെ പുറമെ ഇത്രയും സിവിയർ ആകുമ്പോൾ ഗ്രേഡ് 3 ആയിട്ടാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ മുറിവിന്റെ അവിടെ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. അത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് കൊടുക്കാറുള്ളത്. അതൊരൊറ്റ ടൈമേ ഉള്ളൂ. അത് ആ വൂണ്ടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അവിടെ വൂണ്ട് സൈറ്റിലാണ് ഇഞ്ചക്ഷൻ കൊടുക്കാറുള്ളത്. ബാക്കി നമ്മൾക്ക് യൂഷ്വലി തൊലിപ്പുറത്തെടുക്കുന്ന വാക്സിൻ ആകുമ്പോൾ 4 ഡോസാണ് എടുക്കാൻ പറയാറ്. അത് ആ 4 ഡേയ്സിന്റെ ഡേറ്റ് അവർ തരും. ആ ഡേയ്സിൽ നമ്മൾ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാറാണ്. അവിടെ നീര് വരുന്നുണ്ടെങ്കിൽ യൂഷ്വലി സിവിയർ ആയിട്ടുള്ള വൂണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ എന്തൊരു ചതവ് ഉണ്ടാകുമ്പോഴും വരുന്നതായിരിക്കും. അതിന് യൂഷ്വലി നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, നമസ്കാരം, പറയൂ. നമസ്കാരം. നമ്മുടെ മറ്റ് ചികിത്സാ രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടേ ആധുനിക ചികിത്സാ രീതിയിൽ പേവിഷബാധക്ക് പ്രത്യേക ചികിത്സകളും എല്ലാം ലഭ്യമാണ്. പേവിഷബാധ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വാക്സിനേഷൻ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യമേ ഒരു പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ ഏതൊരു മൃഗവും കടിക്കുകയാണെങ്കിലും നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യണം. വൂണ്ടിനെ കാറ്റഗറൈസ് ചെയ്യും. പല രീതിയിലുള്ള കടികളുണ്ടാവാം. ചിലപ്പം നിബ്ലിംഗ് മാത്രം, മുറിവൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പട്ടി, പ്രത്യേകിച്ച് വീട്ടിൽ വളർത്തുന്ന പട്ടികളാകുമ്പോൾ ചുമ്മാ കളിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ നക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ സിവിയർ ആയിട്ടുള്ള ബൈറ്റ്സ്. അപ്പോൾ നമ്മൾ അതിന് സിമ്പിളായിട്ടുള്ള നക്കലൊക്കെയാണ്. നമ്മുടെ സ്കിന്നിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മുറിവുകളൊന്നും ഇല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, നന്നായിട്ട് വാഷ് ചെയ്താൽ മാത്രം മതി. സോപ്പും വെള്ളവും ഇട്ടിട്ട് നന്നായിട്ട് 15 മിനിറ്റ്സ് ടാപ്പ് തുറന്നു വെച്ചിട്ട് അതിൻ്റെ കീഴിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ 90% ഈ വൈറസ് വാഷ് ഓഫ് ആവും.
പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നിബ്ലിങ്ങോ അല്ലെങ്കിൽ ചെറിയ അബറേഷൻസ്, എരിച്ചിൽ തോന്നുന്നു പക്ഷെ ചോരയൊന്നും പൊടിഞ്ഞിട്ടില്ലാത്ത മുറിവുകളാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ യൂഷ്വലി വാക്സിൻ എടുക്കാൻ പറയും. അത് 2 ടൈപ്പിലുള്ള വാക്സിൻ ഉണ്ട്. തൊലിപ്പുറത്ത് എടുക്കുന്ന വാക്സിൻ ഇൻട്രാഡേർമൽ റേബീസ് വാക്സിൻ. ഇത് 4 ഡോസ് ആയിട്ടാണ് കൊടുക്കാറ്. 2 കൈയിൻ്റെ ഡെൽറ്റോയിഡ് മസിലിൻ്റെ മേളിലാണ് കൊടുക്കാറുള്ളത്. അത് 4 days ആണ്. നമ്മൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ 4 ഡോസ് എടുക്കാൻ പറയും. ഇല്ല എങ്കിൽ നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്നത് ഇൻട്രാമസ്കുലർ, മസിലിന് കുത്തിവെക്കുന്നത്. അത് ഒരു സ്ഥലത്ത് ഒരു മസിലിന് ഇഞ്ചക്ഷൻ വെക്കുകയും അതൊരു 5 days ആണ് നമ്മൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് വാക്സിനേഷൻ എടുക്കാൻ പറയും. ഇതിലും സിവിയറിറ്റി കൂടിയതാണ് നമ്മുടെ കാറ്റഗറി 3 വൂണ്ട്, അതായത് ചോര പൊടിയുന്ന രീതിയിലുള്ള ബൈറ്റ്സ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ റേബീസ് വാക്സിൻ്റെ പുറമെ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എടുക്കാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എവിടെയാണോ കടിച്ചത് അവിടെ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കും. അതൊന്നുമില്ല, ആ വൂണ്ടിൽ നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ഫിലിം കൊടുക്കുകയാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുമ്പോഴത്തേക്കും വൈറസ് അകത്തോട്ട് നമ്മുടെ ബ്രെയിനിലോട്ട് കയറാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100% പ്രിവെൻറ്റബിൾ എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏറ്റവും മേജർ ആയിട്ടുള്ള നമ്മൾക്ക് കടി കിട്ടിയാൽ ഉടനെ ഉള്ള ആ ഒരു വാഷിംഗ് ആണ്. ദാറ്റ് കിൽസ്. ഇതും ഈ വാക്സിനും കൂടി ആയ 90% വി ക്യാൻ ബി ഷുവർ നമുക്ക് പേവിഷബാധ വരില്ല എന്ന് നമുക്ക് ഷുവർ ആവാം. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? സാർ ഞാനത് കോട്ടയത്ത് നിന്ന് സന്തോഷ് എന്ന് പറഞ്ഞ ഒരാളാണേ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഒരു പട്ടികടി ഏറ്റിട്ടുണ്ട്. ചെറുപ്പത്തിലാവട്ടോ, ഞാൻ 2 പഠിക്കുമ്പോഴേ. അപ്പൊ എനിക്ക് 48 വയസ്സുണ്ട്. എനിക്ക് സംശയം ചോദിക്കാനായിട്ട്. അത് ഞാൻ പറയട്ടെ, അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഈ മരുന്നുകളോ അങ്ങനെയൊന്നും അത്ര വലിയ പ്രചാരത്തിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ റിയാക്ഷൻ ഇങ്ങനെ ഈ പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടാവുമോ അങ്ങനെയുള്ളൊരു. അന്ന് 40 വർഷം മുന്നേ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നോ താങ്കള്? ഇല്ല, അതൊന്നും അറിയില്ല. കാരണം അന്ന് കുഞ്ഞുനാളല്ലേ ഞാൻ. അന്ന് അങ്ങനെ ഒരു അറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കിപ്പം 48 വയസ്സുണ്ട്. പക്ഷെ ഞാൻ 2 പഠിക്കും, 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു 7 വയസ്സുള്ളപ്പോഴാണ്. 41. അപ്പൊ അങ്ങനെ അപ്പൊ അതിന്റെ അങ്ങനെ എന്തെങ്കിലും അനന്ത ഫലമോ എന്തെങ്കിലും പിന്നെ ഇല്ല ആവർത്തിക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്നും അറിയാനായിട്ടായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പൊ ഒരു ഇങ്ങനെ സ്ഥലത്തുനിന്ന് കേട്ട് ഇങ്ങനെ അത് പിന്നീട് ചിലപ്പോ ഉണ്ടാകാന്നൊക്കെ ഒരു അങ്ങനെ ഒരു എന്തെങ്കിലും ഉണ്ടാ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് ചോദിച്ചോട്ടെ. നിങ്ങൾ അന്ന് വാക്സിൻ എടുത്തോ ഇല്ലയോ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അത് കാരണം ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നാണ് ഭയം. അതെ അതെ, ഓക്കെ. യൂഷ്വലി നമുക്കൊരു ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാല് 2 ആഴ്ച മുതൽ ഒരു വർഷത്തിനകം 90 ദിവസത്തിനകം ഒക്കെയാണ് യൂഷ്വലി നമുക്ക് സിംറ്റംസ് വരാറുള്ളത്. പക്ഷെ സ്പെസിഫിക്കലി നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഇത്രയും നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ താങ്കളുടെ കേസിൽ 41 years 41 വർഷം കഴിഞ്ഞു. ദർ ഇസ് ലീസ്റ്റ് പോസിബിലിറ്റി ഇനി ഒരു റേബീസിന്റെ ഒരു സിംറ്റംസ് വരാനുള്ള പോസിബിലിറ്റി. കാരണം ഈ റേബീസ് വൈറസിന് നമ്മൾ എവിടെയാണോ കടിച്ചത് അവിടെ നിന്ന് ബ്രെയിനിലേക്ക് എത്താനുള്ള ടൈമാണ് നമ്മൾ കൊടുക്കുന്നത്. യൂഷ്വലി 1 year. പക്ഷേ സ്പെസിഫിക് ആയിട്ട് നമ്മളെ ഒരു റെക്കോർഡ്സിലും ഒരു സയന്റിഫിക് റെക്കോർഡ്സിലും പറയുന്നില്ല ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ യു ആർ ഫൈൻ എന്ന് പറയുന്നില്ല. അങ്ങനെ നമ്മൾ പറയാറുള്ള യൂഷ്വലി ഡോഗ്സിലും കാറ്റ്സിലും മാത്രമാണ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഈ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിലാണ് സിംറ്റംസ് വരാമെന്ന് പറയാൻ പറ്റുമോ? അതെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂഷ്വലി നമ്മൾ പറയാം 14 days to 90 days. പക്ഷെ അത് ക്ലിയർ കട്ടായിട്ട് നമുക്ക് 90 days കഴിഞ്ഞ് സിംറ്റംസ് ഒന്നും വന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് റേബീസ് വരില്ല എന്നുള്ളൊരു ഫുൾ പ്രൂഫ് അല്ല. ബിക്കോസ് ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് 1 year 1.5 years കഴിഞ്ഞിട്ടൊക്കെ സിംറ്റംസ് വന്നതായിട്ട് നമുക്ക് റെക്കോർഡ്സ് ഉണ്ട്. ഓക്കെ, ഒരു 10 day ഒബ്സർവേഷൻ പീരീഡിനെ കുറിച്ച് പറയാറുണ്ട്. അത് എന്തിനുള്ളത്? അത് യൂഷ്വലി നമ്മൾ സജസ്റ്റ് ചെയ്യാറ് നമുക്ക് വീട്ടിലെ പെറ്റ് ഡോഗ്സ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് മീൻ മുറിക്കുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന പൂച്ചകൾ അങ്ങനെ നമ്മുടെ നാട്ടിലൊരു ഇതാണ്. അപ്പം അങ്ങനത്തെ ആനിമൽസിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് വന്നിട്ടുള്ള എക്സ്പോഷർ എങ്കിൽ നമ്മളൊരു 10 days ഒബ്സർവേഷൻ പീരീഡ് പറയും. അത് ഈ ക്യാറ്റിനും ഡോഗിനും മാത്രമേ ഉള്ളൂ. കാരണം വേറെ ഒരു ആനിമലിലും നമുക്ക് ഡോക്യുമെൻറ്റഡ് പ്രൂഫ് ഇല്ല 10 days. അപ്പോൾ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് റേബീസ് വൈറസ് അവരുടെ ബോഡിയിലുണ്ടെങ്കിൽ ദേ വിൽ നോട്ട് സർവൈവ്. 10 ദിവസത്തിൽ കൂടുതൽ അവർ സർവൈവ് ചെയ്യത്തില്ല, ദേ വിൽ ഡൈ. ആ ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒബ്സർവേഷൻ പീരീഡ് പറയുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ചോദിക്കും 10 daysനകം അവർ ഫൈനായിട്ട് ബിഹേവിയറൽ ചേഞ്ചസ് ഒന്നുമില്ല, അവർ നോർമലായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് ഹാർഡ്ലി എനി പോസിബിലിറ്റി ദാറ്റ് ആ ഡോഗിനോ ക്യാറ്റിനോ ആ നമ്മളെ കടിക്കുന്ന സമയത്ത് റേബീസ് വിഷബാധ അവർക്കുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം അവർക്കില്ലെങ്കിൽ നമുക്കുണ്ടാവാനുള്ള ചാൻസ് ഇല്ല. കാരണം യൂഷ്വലി അവരുടെ സലൈവേന്നാണ് നമുക്ക് വരുന്നത്. അവർ നമ്മളെ കടിക്കുമ്പോൾ അവരുടെ ഉമിനീരിൽ നിന്നാണ് നമുക്ക് വരുന്നത്.
അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഈ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് ഈ റേബീസിന് അഗെയിൻസ്റ്റ് ഉള്ള വാക്സിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ള എന്തെങ്കിലും അറ്റാക്കിന് നമുക്ക് അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യത? നമ്മൾ അതിനെ ഫുള്ളി പ്രൊട്ടക്റ്റീവായിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം ഒന്ന്, അവരുടെ വാക്സിനേഷൻ സ്റ്റാറ്റസ് നമ്മൾക്കായപ്പോലും നമ്മൾ വാക്സിനേറ്റഡ് ആയപ്പോലും നമുക്ക് ഫുൾ പ്രൂഫായിട്ട് നമ്മൾ അതിൻ്റെ ആൻറ്റിബോഡി ടൈറ്റർ എടുക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും ആൻറ്റിബോഡി ടൈറ്റർ എടുത്ത് നമുക്ക് സഫീഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ സേഫാന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ ആനിമൽസിൻ്റെ ഇതിൽ നമ്മൾ ഒന്ന് വാക്സിനേഷൻ എടുക്കും, സിംഗിൾ ഡോസ് ആണ് അവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന വാക്സിൻ. അത് ഇയർലി ബൂസ്റ്റേഴ്സ് കൊടുക്കലാണ് വെറ്റിനറിയൻസ് പറയാറുള്ളത്. പക്ഷേ ആസ് മെഡിക്കൽ ഡോക്ടേഴ്സ് നമ്മൾ ഒരിക്കലും അവരുടെ ആനിമൽസിൻ്റെ വാക്സിനേഷൻ സ്റ്റാറ്റസ് നമ്മൾ ഒരു എന്താ പറയുക പെറ്റ് ഡോഗ് വാക്സിനേറ്റഡ് ആണെങ്കിൽ വി ആർ സേഫ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. കാരണം ആനിമൽസിൻ്റെ ആൻറ്റിബോഡി ടൈറ്റർ എത്രത്തോളം ഉണ്ടെന്നും അവരിൽ ആ വാക്സിനേഷൻ കാരണം അവർ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളതിനൊന്നും നമുക്ക് വേറെ പ്രൂഫുകളൊന്നുമില്ല. അപ്പോൾ വി ഡു നോട്ട് ടേക്ക് ദ റിസ്ക്. കാരണം ഇത് ഫേറ്റലാണ്, വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്, സുനിശ്ചിതം. അപ്പം നമ്മൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? അത് കാരണം എടുക്കാറില്ല. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ മൃഗങ്ങൾ കടിച്ചാൽ മാത്രമാണോ ഈ റേബീസ് സ്പ്രെഡ് ആവുന്നത്? അല്ല, നമുക്ക് നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ അതിനെ ലിക്ക് ചെയ്താലും, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെലൈവ വഴിയാണത് വൈറസ് നമ്മുടെ ബോഡിയിൽ വരുന്നത്. അപ്പോൾ അവർ നമ്മുടെ ഫ്രഷ് വൂൺസ്മേൽ ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് മ്യൂക്കോസൽ റീജിയൻസ്, അതായത് ഇപ്പോൾ പെറ്റ് ഡോഗ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ നമ്മുടെ ദേഹത്തൊക്കെ ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഐസ്, നമ്മുടെ ചുണ്ടുകൾ, നോസിനകത്ത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ മ്യൂക്കോസൽ റീജിയനിലുള്ള എക്സ്പോഷർ പോലും നമുക്ക് റേബീസിനൊരു റിസ്ക് ഉണ്ടാക്കാം. ലിക്കിങ് ഉണ്ടാവാം, നിബ്ലിംഗ് ഉണ്ടാവാം. മുറിവ് വന്നിട്ടില്ല എന്നാലുള്ള നിബ്ലിംഗ് കാരണമൊക്കെ വരാം. നഖം തട്ടിയാൽ എന്തെങ്കിലും? നഖം യൂഷ്വലി നമ്മൾ കാറ്റ്സിലും ഡോഗ്സിലും ആണ് പേടിക്കാറില്ല. കാരണം അവരുടെ ആ ഒരു നഖം ലിക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് വി എക്സ്പെക്ട് ആ ഒരു സലൈവ അവരുടെ നഖത്തുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സ്ക്രാച്ച് കാരണം നമുക്ക് ആ വൂണ്ടിൽ കൂടെ വൈറസ് കയറാം എന്നുള്ളൊരു ഇതാണ്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ പറയൂ. ഡോക്ടർ, എനിക്ക് 2 പപ്പീസ് ഉണ്ട്. ഒന്ന് ലാബും ഒന്ന് ഡാഷും. ഈ ആദ്യം ഇതിന്റെ കുത്തിവെപ്പില്ലേ റാബിസിന്റെ, അത് എപ്പോഴത്തേക്കാണ് ആദ്യത്തെ ചെയ്യേണ്ടത്? സോറി, കുത്തിവെപ്പ് റാബിസിന്റെ ഇഞ്ചക്ഷൻ ഐഡിയലി നമ്മൾ വെറ്റിനറിയൻസ് പറയുന്നത് സിംഗിൾ ഡോസ് റേബീസ് വാക്സിനും പിന്നെ എവറി ഇയർ എല്ലാ വർഷവും ബൂസ്റ്റർ എടുക്കണം എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഈ ഫസ്റ്റ് എടുക്കേണ്ടത് എത്ര നാളാകുമ്പോഴാണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് വ്യക്തമായിട്ടില്ല. നമുക്ക് ഒരു ഹ്യൂമൻ, ഞാനിപ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടർ ആകുമ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ നമുക്ക് എക്സ്പോഷർ വരാതിരിക്കാൻ വേണ്ടി അറ്റ് ദി ഏർലിയസ്റ്റ് നമുക്ക് പെറ്റിനായിട്ട് എക്സ്പോഷർ വരുന്നതിൻ്റെ അറ്റ് ദി ഏർലിയസ്റ്റ് വാക്സിനേഷൻ എടുത്തിരിക്കണം. when I'm thinking നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എടുക്കാവല്ലോ. 3-4 months ആയ പപ്പി ആണെങ്കിൽ എടുക്കാവല്ലോ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇങ്ങനെ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്സ് എന്തൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോപ്പ് ആൻഡ് വാട്ടർ വെച്ചിട്ടുള്ള വാഷിംഗ് ആണ്. അപ്പോൾ ഐഡിയലി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ആ സോപ്പ് ആൻഡ് വാട്ടർ വാഷിംഗ് കാരണം 75% മുക്കാൽ നമ്മുടെ റിസ്ക് പോവും. അപ്പം നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് വാഷ് ചെയ്യുക. റണ്ണിങ് ടാപ്പ് തുറന്നു വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നമ്മുടെ വൂണ്ട് കാണിച്ചിട്ട് 15 minutes കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് 70% നമ്മുടെ റിസ്ക് റെഡ്യൂസ്ഡ് ആവും. ദാറ്റ് ഈസ് ദി ഓൺലി ഫസ്റ്റ് എയ്ഡ്. പിന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് സിസ്റ്റംസ് ഉണ്ട്. ഡെറ്റോൾ പുരട്ടുക, അല്ലെങ്കിൽ മഞ്ഞളിടുക, ചില്ലി പൗഡർ ഇടുക. ഇങ്ങനത്തെ ഒന്നും യൂഷ്വലി നമ്മൾ ഒരു തരത്തിലുള്ള ബ്ലീച്ചിങ് എഫക്റ്റോ ഇറിറ്റൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഇടരുത് എന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. കാരണം അത് ആക്ച്വലി വൈറസ് കയറി പോകാനുള്ള റിസ്ക് കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ ദി ഓൺലി ഫസ്റ്റ് എയ്ഡ് ഇസ് സോപ്പും വാട്ടറും യൂസ് ചെയ്തിട്ടുള്ള വാഷിംഗ് ഫോർ 15 minutes. നന്നായിട്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ദി ഓൺലി ഫസ്റ്റ് എയ്ഡ്, ആൻഡ് ഗോ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. ഓക്കെ ഡോക്ടർ, എലികളിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ റേബീസ് ഉണ്ടാക്കുന്നുണ്ടോ? ഒരുപാട് ക്ലിനിക്കിൽ വരുന്ന എലി കടിച്ചു എന്ന് വന്നിട്ട് വരാറുണ്ട്. നോ റിസ്ക് അറ്റ് ഓൾ. നമ്മൾ ആകെ പറയാറെന്ന് വെച്ചാൽ നന്നായിട്ട് വൂണ്ട് വാഷ് ചെയ്യാൻ പറയും. പിന്നെ റീസെൻ്റ്ലി ഒന്നും അവർ ടെറ്റനസ് വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ടെറ്റനസും കൂടെ എടുക്കാൻ പറയും. വേറെ ഒരു റിസ്ക്കും എലി കടിച്ചിട്ട്, സ്പെഷ്യലി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് വീട്ടിലുള്ള എലികൾ കടിച്ചിട്ട് ദർ ഇസ് നോ റിസ്ക്. ഓക്കെ, ഈ റേബീസ് ഉള്ള ഒരു നായ അല്ലെങ്കിൽ പട്ടി ഇത് പശുവിനെ കടിച്ചു കഴിഞ്ഞാൽ ആ പശുവിൻ്റെ
പാല് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതിൽ ശരിക്കും ഒരു റേബീസ് വന്നിട്ടുള്ള സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു കൗവിൻ്റെ മിൽക്ക് നമ്മൾ റോ ആയിട്ട് പച്ചയ്ക്ക് കുടിക്കുകയാണെങ്കിൽ, അതും 1 or 2 liters നമ്മൾ പച്ചയ്ക്ക് കുടിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു മിയർ പോസിബിലിറ്റി ഉള്ളൂ. യൂഷ്വലി എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പച്ചയ്ക്ക് പാല് കുടിക്കില്ല, നമ്മൾ എന്തായാലും ബോയിൽ ചെയ്യും. സെക്കൻഡ് തിങ് ഇസ് പിന്നെ നമ്മൾ ആ പാല് യൂസ് ചെയ്യുന്ന ചായയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ അഗൈൻ ബോയിലിംഗ് കംസ് ഇൻ. സെക്കൻഡ് തിങ്, ഒരു ഗ്ലാസ്സിൽ കൂടുതലൊന്നും നമ്മൾ പാല് കുടിക്കണമില്ല. ദാറ്റ് ഇസ് 100-200 ml അത്രേ കുടിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഇഞ്ചക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ വയറ്റിനകത്തുള്ള ഗ്യാസ്ട്രിക് ആസിഡ്സ് മതി ആ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ. അല്ലാതെ വെരി റെയർ ആയിട്ടാണ്. പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോസിബിലിറ്റി ഉണ്ട്. റോ മിൽക്ക് നമ്മൾ ബൾക്കായിട്ട് കുടിച്ചിട്ട് നമ്മുടെ വൂണ്ട്, ഇപ്പോൾ നമുക്കൊരു അൾസേഴ്സ് ഒക്കെ നമ്മുടെ GIT ഉണ്ടെങ്കിൽ, നമുക്ക് വയറിലൊക്കെ അൾസേഴ്സ് ഉണ്ടെങ്കിൽ ദർ ഇസ് എ റിസ്ക്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ അവരുടെ അടുത്ത് വാക്സിനേഷൻ എടുക്കാൻ പറയും, അത്രയും റിസ്ക് ഉണ്ടെന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ. പിന്നെ വേറെ വരുന്നൊരു കോമൺ എന്ന് വെച്ചാൽ ഇപ്പോൾ പശുക്കളെ വളർത്തുന്നവർ, അപ്പോൾ റേബിഡ് ആണെന്ന് അറിയുന്ന സമയത്ത് ഇവരെ കെയർ ചെയ്യുന്നത് ഈ പശുവിനെ വളർത്തുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ സലൈവയൊക്കെ ഇവരുടെ ദേഹത്ത് ഡ്രിപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ കാലിലോ കയ്യിലോ ഒക്കെ മുറിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് അസസ് ചെയ്തിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് വാക്സിൻ എടുക്കാൻ. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് ഡോക്ടറെയാണ് നമ്മൾ കാണിക്കേണ്ടത്? അതിനിങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്നൊന്നും ഇല്ല. യൂഷ്വലി നമ്മൾ ഏതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഏതൊരു കാഷ്വാലിറ്റിയിൽ ചെന്നാലും ദേ ക്യാൻ മാനേജ് ഇറ്റ്. ഒരു MBBS ഡോക്ടർ പോലും മാനേജ് ചെയ്യുന്ന കേസസ് ആണ്. ഇതിലാകെ വരുന്നതെന്ന് വെച്ചാൽ വാക്സിൻ്റെയും ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെയും അവൈലബിലിറ്റിയാണ്. അത് നമ്മുടെ യൂഷ്വലി ഗവൺമെൻറ് സെറ്റപ്പിലാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഏതൊരു ഹോസ്പിറ്റലും റേബീസ് വാക്സിൻ അവൈലബിൾ ആയിരിക്കും. ഫ്രീ ഓഫ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലി ഇൻ ദ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ആസ് സ്റ്റോക്ക് വെക്കുന്നത് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസിലേ ഉള്ളൂ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് വെക്കാറില്ല. കാരണം പേഷ്യൻറ്റിലോട് വരുന്നവരല്ലേ അത് വാങ്ങിയിട്ട് കാര്യമുള്ളൂ. വാക്സിൻ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഒരു സോ ഫാർ നോ ഡോക്യുമെൻറ്റഡ് സൈഡ് എഫക്ട്സ്. നമ്മൾ ആർക്കും, ഒരു പ്രഗ്നൻ്റ് ആയ ലേഡിയോ കുഞ്ഞു വാവ, ഈവൻ ലെസ് ദാൻ 1 year old ആയിട്ടുള്ള ബേബീസിനോ എല്ലാവർക്കും, ഏതൊരു ഡിസീസിന് മെഡിസിൻ കഴിക്കുന്ന ഒരാൾക്കും, ഇപ്പം പിന്നെ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ആർക്കും നമ്മൾ കൊടുക്കുന്ന വാക്സിനാണ്. കാരണം ഈ വാക്സിൻ എടുക്കാതെ വരുന്ന റേബീസ് വന്നു കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സിവിയറിറ്റി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഈ വാക്സിൻ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇറ്റ് കൗണ്ടേഴ്സ് ഇറ്റ്. ആസ് സച്ച് ഒരു ഇതുമില്ല. നമ്മൾ ഈ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും കുഞ്ഞു ബേബീസിനൊക്കെ കൊടുക്കുന്ന വാക്സിനാണ്. വാക്സിൻ അല്ലാതെ എന്തെങ്കിലും ചികിത്സകൾ ചെയ്യാറുണ്ടോ? ഇല്ല. ദിസ് ഇസ് ദി ഓൺലി പ്രിവെൻറ്റീവ് മെഷർ നമുക്കറിയാം. വാഷിംഗ് ദ വൂണ്ട് പ്രോപ്പർലി, വാക്സിൻ. അത് തന്നെ സിവിയർ ആയിട്ടുള്ള വൂണ്ട്സ് ആണെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസും കൂടെ എടുക്കണം. ഒരു എഫക്റ്റഡ് ആയ ആനിമലിൽ നിന്ന് മറ്റൊരു മൃഗത്തിലേക്ക് ഇത് വരാം. ആനിമൽ ടു ആനിമൽ ട്രാൻസ്മിഷൻ ഉണ്ട്. അതിങ്ങനെ കടിച്ചിട്ടാണ് വരുന്നത്. യൂഷ്വലി റേബിഡ് ആയിട്ടുള്ള ആനിമൽസ്, യൂഷ്വലി 2 ടൈപ്പ് റേബീസ് ഉള്ളത്. ഒന്ന് ഫ്യൂരിയസ് ആയിട്ട് അവർ എല്ലാം ഓടി നടന്ന് കടിക്കും, അല്ലെങ്കിൽ ഡം റേബീസ്, അവരൊന്നും കടിക്കില്ല, അവർ പാരലൈസ്ഡ് ആയ പോലെ കിടക്കും. ഇപ്പം അങ്ങനത്തെ റേബിഡ് ആനിമലിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. യൂഷ്വലി കാറ്റ്സിലായാലും ഡോഗ്സിലായാലും മെജോറിറ്റിയും അവർ റെപ്രസെൻറ്റ് ചെയ്യുക ഫ്യൂരിയസ് ആയിട്ടുള്ള ടൈപ്പാണ്. അതുകൊണ്ടാണ് പ്രോബ്ലം. അവർ ഓടി വന്ന് നമ്മളെ കടിക്കുന്ന, ഒരു യാതൊരു പ്രകോപനവും ഇല്ലാതെ നമ്മളെ വന്ന് ബൈറ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ അവർ തമ്മിലും ബൈറ്റ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെ സ്പ്രെഡ് ചെയ്യും. അല്ലാതെ യൂഷ്വലി പ്രോബ്ലംസ് വരാറില്ല. ഈ നമ്മൾ ഡിഫെൻസീവ് ആയിട്ടുള്ള ബൈറ്റ്സിനെ ശരിക്കും ഫിയർ ചെയ്യേണ്ട. അത് യൂഷ്വലി നമ്മൾ പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം വേറെ കോമൺലി കാണുന്ന വെച്ചാൽ പട്ടി പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പം അങ്ങനെ ഡെലിവർ ചെയ്ത് കിടക്കുന്ന ഡോഗിന്റെ ബേബീസിനെ അറ്റാക്ക് ചെയ്യുമെന്ന് വെച്ചിട്ട് ഡിഫെൻസീവ് ആയിട്ട് അത് ബൈറ്റ് ചെയ്യാം. നമ്മളെ ഓടി വന്ന് കടിക്കുക. ഇപ്പൊ പെരിച്ചാഴിയൊക്കെ യൂഷ്വലി അവര് വഴിമാറി തരിക ചെയ്യുക ഹ്യൂമൻസിന്. അവർ ഓടി വന്ന് നമ്മളെ ബൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അബ്നോർമൽ ബിഹേവിയർ. അപ്പം അങ്ങനെ ഒരു അബ്നോർമൽ ആയിട്ട് നമ്മളെ വന്ന് ബൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സസ്പെക്ട് ദാറ്റ്. ഡോക്ടർ മൃഗയെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അതിൽ അവസാനം പറയണ്ടല്ലോ ആനിമൽ ടു ഹ്യൂമൻ ടു ഹ്യൂമൻ. സോഫാർ നമുക്ക് ഡോക്യുമെന്റഡ് അങ്ങനെ ഇല്ല. ഹ്യൂമൻ ടു ഹ്യൂമൻ ആയിട്ട് നമുക്ക് ഇതുവരെ ഡോക്യുമെന്റഡ് ആയിട്ടില്ല. ബട്ട് ആ ഫിയർ ഉണ്ടല്ലോ, അതാർക്കും പോകുന്നില്ല. അപ്പം അത് കാരണം നമ്മൾ റേബീസ് വന്ന പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും, നമ്മൾ അവരുടെ അടുത്ത് പ്രീ എക്സ്പോഷർ
ആയിട്ട് വാക്സിൻ എടുക്കാൻ പറയും. നമുക്കൊരു 3 doses ഓഫ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളതിന് പ്രൊട്ടക്റ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പം ഒരു റേബീസ് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാവുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസ് സെല്ലിൽ വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ അവരുടെ അടുത്ത് വാക്സിനേഷൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഡോക്ടർ, ഒരു നമ്മൾ പലതരം പെറ്റ്സ് നമ്മൾ വീട്ടിൽ വളർത്തുന്നുണ്ട്. അപ്പോൾ ഒരു ആനിമലിന് എഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങൾക്കും അതിൻ്റെ വാക്സിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇറ്റ്സ് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ യൂഷ്വലി ഇപ്പം നമ്മൾ പറയാറ് റോഡൻസിലൊന്നും വരില്ല, ദാറ്റ് ഇസ് എലി, നമ്മുടെ അണ്ണാൻ, ഇതിലൊന്നും യൂഷ്വലി ഡോക്യുമെന്റഡ് അല്ല എന്നല്ല, അവരിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് അവരുടെ ബൈറ്റിൽ നിന്ന് വന്നതായിട്ടൊരു ഹിസ്റ്ററി ഇല്ല. ഒരു കേസ് മാത്രം നമുക്ക് തൃശ്ശൂർ ജില്ലയിലാണ് ഒരെണ്ണം ഉണ്ടായിട്ടുള്ളത്. സ്ക്വിറൽ ബൈറ്റ് ആണ് ആ കുട്ടി പറഞ്ഞ ആകെയുള്ള ഹിസ്റ്ററി. യൂഷ്വലി അപ്പോൾ ഇത് ഇവർ തമ്മിൽ കളിക്കുകയോ ഈ നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സ് തമ്മിൽ കളിക്കുമ്പോൾ അവർ തമ്മിൽ ട്രാൻസ്മിഷൻ വരാം. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു വാക്സിനേറ്റ് ഓൾ ദ റെസിൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കോളർ പറഞ്ഞതിലുള്ളൊരു ഇപ്പോൾ നമ്മൾ യൂഷ്വലി അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ശരിയാണ്, നമുക്ക് മസിലിന് എടുക്കുന്ന ഇഞ്ചക്ഷൻ 5 ഡോസാണ്. അപ്പം 3 ഡോസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ വളർത്തുന്ന പട്ടിയോ അല്ലെങ്കിൽ നമ്മളെ പരിസരത്തുള്ള പൂച്ചയാണെങ്കിൽ 10 days കഴിയുമ്പോൾ അത് അലൈവാന്ന് പറയുമ്പം ഇനീഷ്യലി നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു സിസ്റ്റം വെച്ചാൽ യു ക്യാൻ ഡിസ്കണ്ടിന്യൂ, എന്നാലും നമ്മൾ അഡ്വൈസ് ചെയ്യും ഇഫ് യു കംപ്ലീറ്റ്. അപ്പം യൂഷ്വലി എന്താ ഉണ്ടാകുന്ന വെച്ചാൽ 10 ദിവസം കഴിഞ്ഞ് നോർമലാന്ന് കാണുമ്പോൾ വരില്ല, ആൾക്കാർ ലാസ്റ്റ് ഡോസിന് വരില്ല. അപ്പോൾ തൊലിപ്പുറത്ത് എടുക്കുന്ന ഇഞ്ചക്ഷൻ ആണെങ്കിൽ പിന്നെ റിമൈനിങ് ഒരൊറ്റ ഡോസാണ്. 4 ഡോസസിൽ 3 അവർ എടുത്തിട്ടുണ്ടാവും, ഒരൊറ്റ ഡോസാണ് റിമൈനിങ്. ഈ ഒരൊറ്റ ഡോസ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇമ്മ്യൂണൈസേഷൻ കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ വൺസ് അവർ ഇമ്മ്യൂണൈസേഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഈവൺ ഇഫ് അവരൊരു റേബിസ് കൺഫേംഡ് ആയിട്ടുള്ള ഒരു ആനിമൽ ഭാവിയിൽ കടിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് 2 ഡോസ് വാക്സിൻ മാത്രം മതി, ഒരു ബൂസ്റ്റർ പോലെ മതി ടു പ്രൊട്ടക്ട് ദം. ഈ 3 ഡോസ് വെച്ച് നിർത്തുമ്പോൾ വരുന്ന ദോഷം എന്താ വെച്ചാൽ നമ്മൾ അവരെ നോട്ട് ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ടൈം അവർക്കൊരു എക്സ്പോഷർ, ഈ ഒരു റേബിഡ് ആനിമലോ എന്തെങ്കിലും കടിക്കുകയാണെങ്കിൽ വി ആസ്ക് ദം ടു ടേക്ക് ഓൾ ദ വാക്സിൻസ്, ഫുൾ വാക്സിനേഷനും. അത് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിനും എടുക്കാൻ പറയും. അപ്പോൾ ഒന്നത് ട്രോമ, ആ വാക്സിനേഷൻ എടുക്കണ്ടേ. പിന്നെ കോസ്റ്റ്, ഇപ്പോൾ ഗവൺമെൻറ് സെറ്റപ്പിൽ പോവുകയാണെങ്കിൽ ഓക്കെ കോസ്റ്റ് ഫ്രീ ആണ്. എങ്കിലും ഇപ്പോൾ നമുക്ക് എല്ലാ സമയത്തും ഒരു ഗവൺമെൻറ് സെറ്റപ്പിലോട്ട് ആവില്ല എത്തുന്നത്. അപ്പോൾ പ്രൈവറ്റ് ഇറ്റ്സ് നോട്ട് വെരി കോസ്റ്റ്ലി, എങ്കിലും ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം ബൈ ജസ്റ്റ് ടേക്കിംഗ് ദാറ്റ് ലാസ്റ്റ് 4th ഡോസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച കോളറെ 4th ഡോസ് അഡ്വൈസ് ചെയ്തിരുന്നു, വിച്ച് ഹി സ്കിപ്ഡ്. അപ്പോൾ എവറിബഡി ഫിയേഴ്സ് ഈ വാക്സിൻ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാം. ആക്ച്വലി നമ്മൾ ആ ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് ദറ്റ് പേഴ്സൺ ബിക്കംസ് പ്രൊട്ടക്റ്റഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇംബൈബ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർക്ക്. ഡോക്ടർ സമയോടെ പൂർണ്ണമായി പേ വിഷബാധയും അതിനുള്ള ചികിത്സയും കുറിച്ച് വിശദീകരിച്ചു തന്നതിന് നന്ദി. താങ്ക് യു.